പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ച് വത്തിക്കാൻ രേഖ പ്രസിദ്ധീകരിച്ചു. ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടെ തലക്കെട്ട് വന്നിരിക്കുന്നത്. ഇംഗ്ലീഷ് വെബ്സൈറ്റിൽ മറിയത്തിനെ സഹരക്ഷക സ്ഥാനം പിൻവലിച്ചു, പകരം വിശ്വാസികളുടെ മാതാവ് എന്ന സ്ഥാനം കൊടുത്തു എന്നാണ് കാണുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന കുറെ വ്യത്യസ്തമായ ഹെഡിങ് ആണ്. ഇപ്പൊ നമുക്ക് വാർത്തയിലേക്ക് പോകാം. വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെ എടുത്തു കാണിച്ചുകൊണ്ട് ഏതെല്ലാം മരിയൻ ശീർഷകങ്ങളാണ് പൊതുവായി ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വത്തിക്കാനിലെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കസ്ട്രി രേഖ പ്രസിദ്ധീകരിച്ചു. സഹരക്ഷക, മധ്യസ്ഥ, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ഒഴിവാക്കണമെന്ന് രേഖയിൽ പറയുന്നു. ലിയോ 14 പാപ്പയാണ് രേഖയ്ക്ക് അംഗീകാരം നൽകിയത്. ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് ചാണ്ടി ഉമ്മന്റെ എന്തോ ഒരു സ്ഥാനം എടുത്തു മാറ്റിയെന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു. അപ്പോ ഇപ്പൊ ചാണ്ടി ഉമ്മന്റെ സ്ഥാനം പോയ പോലെ തന്നെ മറിയത്തിന്റെ സ്ഥാനവും പോയി. ഇനിയിപ്പോ ചാണ്ടി ഉമ്മൻ മറിയത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നാൽ മറിയം പറയും, മോനെ എന്റെയും പോയടാ എന്ന് പറയും. വത്തിക്കാൻ ന്യൂസ് നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കസ്ട്രി പരിശുദ്ധ മറിയത്തിന്റെ ശീർഷകങ്ങളെ സംബന്ധിച്ചുള്ള പുതിയ രേഖ മാത്തർ പോപ്പുളി ഫിദലിസ് പ്രസിദ്ധീകരിച്ചു. ഇതാണ് ആ രേഖയുടെ പേര്. നമുക്ക് ആ രേഖ കാണാം. ഡിക്കസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസും സെക്രട്ടറി മോൺസിഞ്ഞോർ അർമാൻഡോ മത്തേയും ഒപ്പുവെച്ച രേഖയ്ക്ക് കഴിഞ്ഞ ഒക്ടോബർ 7-ാം തീയതി ലിയോ 14 പാപ്പയാണ് അംഗീകാരം നൽകിയത്. വിശ്വാസികളുടെ അമ്മ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മറിയത്തിന്റെ ജീവിതത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മരിയൻ വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു സൈദ്ധാന്തിക രേഖയാണിത്. വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാർ, വേദപാരംഗതന്മാർ, പൗരസ്ത്യ പാരമ്പര്യ ഘടകങ്ങൾ, സമീപകാല പരിശുദ്ധ പിതാക്കന്മാരുടെ ചിന്തകൾ എന്നിവയാണ് ഈ രേഖയ്ക്ക് അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത്. രേഖയിൽ ചില മരിയൻ ശീർഷകങ്ങളെ വിശകലനം ചെയ്യുകയും ചില ഉപയോഗങ്ങൾക്കെതിരെ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. വിശ്വാസികളുടെ മാതാവ്, ആത്മീയ അമ്മ, വിശ്വാസ ജനതയുടെ അമ്മ തുടങ്ങിയ ശീർഷകങ്ങൾ ഉപയോഗിക്കുന്നതിനെ രേഖ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ സഹരക്ഷക, മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ളതാണെന്നും അതിനാൽ ഇത്തരം ശീർഷകങ്ങൾ പരിശുദ്ധ മറിയത്തെ വിളിക്കുന്നത് അനുചിതമാണെന്നും രേഖയിൽ പരാമർശിക്കുന്നു. കൃപകളുടെ മാതാവ്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്നീ ശീർഷകങ്ങൾ ചില അർത്ഥത്തിൽ സ്വീകാര്യമെന്ന് തോന്നാമെങ്കിലും ഇവയുടെ അർത്ഥവിശദീകരണങ്ങൾ ഏറെ അപകട സാധ്യതകൾ മുന്നോട്ട് വെക്കുന്നുവെന്ന് രേഖയിൽ പരാമർശിക്കുന്നു. ശരിയാണ്, അങ്ങനെ വിളിച്ച് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില മരിയൻ ശീർഷകങ്ങൾ ശരിയായ വ്യാഖ്യാനത്തിലൂടെ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും അവ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് രേഖയിൽ എടുത്തു പറയുന്നു. സഹരക്ഷക എന്ന പദം സിദ്ധാന്തപരവും അജപാലനപരവും എക്യുമെനിക്കൽ കാരണങ്ങളാലും 2-ാം വത്തിക്കാൻ കൗൺസിൽ ഉപയോഗിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നുവെങ്കിലും വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ 7 സന്ദർഭങ്ങളിലെങ്കിലും ഈ ശീർഷകം ഉപയോഗിച്ചതായി രേഖ ചൂണ്ടിക്കാണിക്കുന്നു. സഹരക്ഷക എന്ന ശീർഷകത്തിന്റെ കൃത്യമായ അർത്ഥം വ്യക്തമല്ല. അതിൽ അടങ്ങിയിരിക്കുന്ന സിദ്ധാന്തം പക്വതയുള്ളതല്ല. ശീർഷകങ്ങളിൽ പ്രകടിപ്പിച്ച ഉപദേശം തിരുവെഴുത്തുകളിലും അപ്പോസ്തോലിക പാരമ്പര്യത്തിലും എങ്ങനെയുണ്ടെന്ന് ഇതുവരെ വ്യക്തമല്ല എന്നാണ് 1996 കർദിനാൾ റാറ്റ്സിംഗർ പരാമർശിച്ചത്. ഈ ശീർഷകം ഉപയോഗിക്കുന്നതിനെതിരെ ഫ്രാൻസിസ് പാപ്പായും 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ശീർഷകം ക്രിസ്തുവിന്റെ ഏക രക്ഷാധികാര മധ്യസ്ഥതയെ അവ്യക്തമാക്കാൻ സാധ്യതയുണ്ടെന്നും രേഖ ചൂണ്ടിക്കാട്ടുന്നു. സാമൂഹ്യ ജീവിതത്തിന്റെ ഏറ്റവും വൈവിധ്യമാർന്ന മേഖലകളിൽ മധ്യസ്ഥത എന്ന പദത്തിന്റെ വളരെ സാധാരണമായ ഉപയോഗം നിലനിൽക്കുന്നുവെങ്കിലും പരിശുദ്ധ മറിയത്തെ ഈ ശീർഷകത്തിൽ അഭിസംബോധന ചെയ്യുന്നത് അനുചിതമാണെന്ന് രേഖ എടുത്തു പറയുന്നു. എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന ശീർഷകവും ഒഴിവാക്കപ്പെടണമെന്നും ഈ ശീർഷകം വ്യക്തമായി ദിവ്യ വെളിപ്പാടിൽ അധിഷ്ഠിതമല്ലെന്നും അതിനാൽ ദൈവശാസ്ത്രപരമായ പ്രതിഫലനത്തിലും ആത്മീയതയിലും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും രേഖ ചൂണ്ടിക്കാണിക്കുന്നു.